നമുക്കിനി യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ ലാറ്റ്വിയയ്ക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ പോകാനായിട്ട് നമുക്ക് ഒരുപാട് പെർമിറ്റുകളും ഒരുപാട് ജോബുകളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു വിസയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പോകാനായിട്ട് നമുക്ക് യാതൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. IELTS, TOEFL, OET, PT ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലാറ്റ്വിയ പറഞ്ഞാൽ ചെറിയ രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 1.81 മില്യൺ, വെറും 18 ലക്ഷത്തോളം മാത്രമാണ് ഈ ഒരു ലാറ്റ്വിയയിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിഗയാണ് ലാറ്റ്വിയയുടെ ക്യാപിറ്റൽ എന്ന് നമുക്കറിയാം. സോ എന്തായാലും ഇനി ലാഗ് അടിപ്പിക്കണില്ല. ഈ ഒരു വീഡിയോയിൽ എത്ര പെർമിറ്റ്സുകൾ ലാറ്റ്വിയയ്ക്ക് പോകാനുണ്ട്, അതുപോലെ തന്നെ ഒരു വിസയ്ക്ക് പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ഇതൊക്കെ കിട്ടാനായിട്ട്, എങ്ങനെയാണ് പിന്നെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. Hi everyone, it's me Shyam and this is Wayfarer Insights. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലാറ്റ്വിയയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫോറിൻ വർക്കറിന് ഒരു ജോലിക്ക്, ഒരു EU രാജ്യത്തേക്ക് ഒരു ജോലിക്ക് എത്തിപ്പെടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. അതായത് ഒരു ചീപ്പസ്റ്റ് കൺട്രിയാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്ര അവിടെ നിന്ന് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ ജീവിക്കാനായിട്ട് ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്, വളരെ കുറഞ്ഞിട്ടാണ് വരുന്നത്. സോ ഒരു ഫോറിൻ വർക്കറിന് ആപ്റ്റ് ആവുന്ന ഒരു രാജ്യം തന്നെയാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലാറ്റ്വിയ എന്ന് പറയുന്ന രാജ്യം എസ്റ്റോണിയ, അതുപോലെ തന്നെ റഷ്യ, ലിത്വാനിയ, ബെലാറസ് ഇതുപോലുള്ള രാജ്യങ്ങളായിട്ടാണ് കേട്ടോ ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ലാറ്റ്വിയൻ്റെ ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ലേബർ ഷോർട്ടേജ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഒരുപാട് ജോബുകളും നമുക്ക് അതേപോലെ തന്നെ അവൈലബിൾ ആണ്. നമ്മളുടെ ഈ ഒരു ലാറ്റ്വിയ വിസ നാഷണൽ വിസ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഓക്കെ, എന്തായാലും നമുക്കിനി ഏതൊക്കെ ടൈപ്സ് ഓഫ് ലാറ്റ്വിയൻ പെർമിറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കാം. അതായത് 4 വർക്ക് പെർമിറ്റ് ആണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. 4 ടൈപ്സ് ഓഫ് പെർമിറ്റ് ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ ഒരു പെർമിറ്റ് എന്ന് പറയുന്നത് A ടൈപ്പ് പെർമിറ്റ്. ഈ ഒരു പെർമിറ്റാണ് മോസ്റ്റ് കോമൺ വർക്ക് പെർമിറ്റ്. ഒരു ഫോറിൻ വർക്കർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് കിട്ടണ മോസ്റ്റ് കോമൺ, അധികം കിട്ടുന്ന ഒരു വർക്ക് പെർമിറ്റാണ് ഈ ഒരു A ടൈപ്പ് പെർമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് CE ടൈപ്പ് പെർമിറ്റ് ഏതൊക്കെയാണ് നോക്കി നോക്കാം. ഓക്കെ, ഈ ഒരു സിയും ഇയും എന്ന് പറയുന്നത് സാധാരണ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ പെർമിറ്റ് എന്നാണ് കേട്ടോ പറയുക. അതായത് ഈ ഒരു പെർമിറ്റ് ആർക്കൊക്കെ കിട്ടുകയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിക്ക് ഷിഫ്റ്റ് ആവാൻ, അല്ലെങ്കിൽ അവർ ട്രാൻസ്ഫറിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് സെയിം കമ്പനിയിൽ നിന്ന് ലാറ്റ്വിയയ്ക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിയിലും അതുപോലെ തന്നെ ഇയിലുമാണ് പോവുക. ഈ ഒരു സി അപ്ലൈ ചെയ്യുന്നത് എംപ്ലോയീസിനാണ് കേട്ടോ, സെയിം കമ്പനിക്ക് പോകുന്ന എംപ്ലോയീസിനാണ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ അപ്ലൈ ചെയ്യുന്നത് സാധാരണ മാനേജേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് വിത്ത് എക്സ്പേർട്ട് നോളേജ് ഇവരൊക്കെയാണ് ഈ ഒരു ഇക്ക് കൊടുക്കുക, ഈ പെർമിറ്റിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സിയും ഇയും എന്താ നമ്മൾ പറഞ്ഞു. പിന്നെ പറയുന്നത് D ടൈപ്പ് പെർമിറ്റ്. ഈ ഒരു പെർമിറ്റിൻ്റെ യൂസേജ് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലാറ്റ്വിയയ്ക്ക് ഒരു മീറ്റിങ്ങിനാണ് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് വിസിറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു D പെർമിറ്റ് വഴി നമുക്ക് പോകാൻ പറ്റും കേട്ടോ. സോ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. പിന്നെ അടുത്തൊരു പെർമിറ്റ്, ലാസ്റ്റ് വൺ, 4th വൺ പറയുകയാണെന്നുണ്ടെങ്കിൽ സീസണൽ പെർമിറ്റ്. അതായത് ഈ ഒരു സീസണൽ പെർമിറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഷോർട്ട് പീരീഡ് ടൈമിന് കൊടുക്കുന്നതാണ്. ഈ ഒരു സീസണൽ പെർമിറ്റ് എന്ന് പറയുന്നത് സാധാരണ ടൂറിസം, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ജോബ്സ് ഒക്കെ ഈ ഒരു സീസണൽ പെർമിറ്റ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സീസണൽ വർക്ക് പെർമിറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുവഴി ഒരു ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ലാറ്റ്വിയൻ പെർമിറ്റ് എങ്ങനെയാണ് കിട്ടുക, എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് നോക്കി നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ അവിടെ ഒരു ജോബ് സെക്യൂർ ചെയ്യണം, നല്ലൊരു പൊസിഷനിൽ ഒരു ജോബ് സെക്യൂർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മളുടെ നമ്മുടെ അവിടുത്തെ എംപ്ലോയർ ലാറ്റ്വിയയിൽ ഈ ഒരു വർക്ക് പെർമിറ്റിനായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. സോ അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സും അതൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ നമ്മൾ അവർക്ക് കൈമാറേണ്ടി വരും. കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഈ ഒരു എംപ്ലോയർ നമ്മളോട് പറയും, അതൊക്കെ നമ്മൾ കൈമാറേണ്ടി വരും. അപ്പോൾ അവർ ആ ഒരു എംപ്ലോയർ ഈ ഒരു വർക്ക് പെർമിറ്റിനുള്ള കാര്യങ്ങളും അത് അപ്ലൈ ചെയ്യുക അവിടെ. അപ്പോൾ അങ്ങനെയാണ് പെർമിറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു ലാറ്റ്വിയയ്ക്ക് എത്തിപ്പെടാൻ ഒരു വർക്ക് വിസയ്ക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ അതിന് ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് എന്ന് നോക്കി നോക്കാം. റിക്വയർമെൻറ്റ്സ് ഓഫ് ലാറ്റ്വിയ വർക്ക് വിസ. ഫസ്റ്റത്തെ കാര്യം പറയുന്നത് എ വാലിഡ് ജോബ് ഓഫർ ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ എ വർക്ക് പെർമിറ്റ്. ഓക്കെ, വാലിഡ് ജോബ് ഓഫർ നമ്മൾ എന്തായാലും വേണ്ടി വരും.
പിന്നെ നെക്സ്റ്റ് പറയുന്നത് വാലിഡ് പാസ്പോർട്ട് വേണ്ടി വരും. പിന്നെ പറയുന്നത് വിസ ആപ്ലിക്കേഷൻ ഫോം വേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് പെർമിഷൻ ഫ്രം ദ OCMA ഡിസിഷൻ, അതെന്താണെന്ന് ഞാൻ നെക്സ്റ്റ് പറഞ്ഞുതരാം. പിന്നെ 2 പിക്ചേഴ്സ്, 2 ഫോട്ടോഗ്രാഫ്സ്, പിന്നെ പ്രൂഫ് ഓഫ് സഫീഷ്യൻറ്റ് ഫണ്ട്സ്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഇൻകം കിട്ടണ വരെ നമ്മളുടെ ചിലവൊക്കെ നമുക്ക് വഹിക്കാൻ പറ്റുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൂഫ് ചോദിക്കുന്നത്. പിന്നെ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ വേണ്ടി വരും. ബുക്ക്ഡ് ടിക്കറ്റ്സ് ഓർ ഫ്ലൈറ്റ് ഇറ്റിനറി അത് വേണ്ടി വരും. പിന്നെ ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും കേട്ടോ. ഈ ഒരു ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് PCC ആണ് പറയുന്നത്. നമുക്ക് നമ്മളുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വഴി കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു PCC ഉണ്ടാക്കാൻ പറ്റും. അതിന് പ്രൂഫൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കാം. മീൻസ് നമ്മളുടെ പേരിൽ യാതൊരു ക്രിമിനൽ കേസൊന്നും ഇല്ലയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ ഈ ഒരു PCC ഒക്കെ ചോദിക്കുന്നത്. ഇനി അങ്ങനെ നമ്മളുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ട്, ഒരു ക്രിമിനൽ കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു വർക്ക് വിസ റിജക്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് പ്രൂഫ് ഓഫ് വിസ ഫീ പേയ്മെൻറ്റ് വേണ്ടി വരും. പിന്നെ പ്രൂഫ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടി വരും. എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്, ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും കേട്ടോ. ഇത്രയും പറഞ്ഞ സർട്ടിഫിക്കറ്റൊക്കെ നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു OCMA ഡിസിഷൻ എന്താണെന്ന് നമ്മളതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് അവിടുത്തെ ആ ഒരു എംപ്ലോയർക്ക് നമ്മൾ ആ ഒരു നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഓഫീസ് ഓഫ് സിറ്റിസൺഷിപ്പ് ആൻഡ് മൈഗ്രേഷൻ അഫയേഴ്സ്, അതാണ് ഈ ഒരു OCMA പറയുന്നത്, അവിടുന്ന് പെർമിഷൻ കിട്ടണം. സോ ഇതാണ് OCMA ഡിസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അവിടുത്തെ ഒരു പെർമിഷൻ നമുക്ക് എന്തായാലും കിട്ടണം, എന്നാലേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അവർക്ക്. ഓക്കെ, ഇനി എന്തായാലും നെക്സ്റ്റ് ഈ ഒരു ലാറ്റ്വിയ വർക്ക് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ്, ട്രാവൽ വിസ ഇൻഫർമേഷൻസ്, സ്റ്റുഡൻറ്റ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും ലാഗ് അടിപ്പിക്കണില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി നോക്കാം. എങ്ങനെയാണ് ഇനി ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ഈ ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് അത് ജോബ് ഓഫറും അതുപോലെ തന്നെ വർക്ക് പെർമിറ്റും ഈ ഒരു OCMA പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യു ക്യാൻ അപ്ലൈ ഫോർ ദ ലാറ്റ്വിയൻ വർക്ക് വിസ ഓൺലി അറ്റ് ദ ലാറ്റ്വിയൻ എംബസി ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ യുവർ കൺട്രി. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ലാറ്റ്വിയയുടെ എംബസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതായത് ലിസ്റ്റ് ഓഫ് ലാറ്റ്വിയൻ എംബസീസ്, ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളത് മേക്ക് ഷുവർ ആക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലാറ്റ്വിയൻ എംബസി നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഫോർ എ ലാറ്റ്വിയ വർക്ക് വിസ അറ്റ് ദ ഡിപ്ലോമാറ്റിക് ഓർ കൺസുലർ മിഷൻ ഓഫ് അനദർ ഷെങ്കൻ മെമ്പർ സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സബ്മിറ്റ് ദ ലാറ്റ്വിയൻ ലോങ് സ്റ്റേ നാഷണൽ വിസ ആപ്ലിക്കേഷൻ ഫോം, അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ലാറ്റ്വിയൻ എംബസി വഴി നമ്മളൊരു അപ്പോയിൻമെൻറ്റ് റെഡിയാക്കുക. പിന്നെ സബ്മിറ്റ് ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഫോർ ദ വർക്ക് വിസ, ഈ ഒരു വർക്ക് വിസയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ ലാറ്റ്വിയ വർക്ക് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലാറ്റ്വിയ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് എന്താണെന്ന് നോക്കി നോക്കാം. അതായത് അവിടെ എത്തിയ ശേഷം നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ ഒരു ലാറ്റ്വിയ റെസിഡൻസ് പെർമിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആണ്. മീൻസ് അവിടെ എത്തുന്ന ഫോറിൻ വർക്കറിന് അവിടെ ജീവിക്കാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും നമ്മളുടെ ജോബ് അവിടെ എത്ര ഉണ്ടോ, ആ വർക്ക് പെർമിറ്റിൽ എത്ര ഉണ്ടോ അതുവരെയുള്ള സ്പെസിഫിക് ടൈമിൽ നമുക്ക് അവിടെ നിൽക്കാനും അവിടെ ജോലി ചെയ്യാനുള്ള ഒരു പെർമിഷൻ, അതാണ് ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് വഴി കിട്ടുന്നത്. Once your visa application is approved, you can collect your residence permit from the Latvian authority where you submitted your application. So നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ലാറ്റ്വിയ ലോങ് സ്റ്റേ വിസ സാധാരണ 3 മാസമാണ് കേട്ടോ വാലിഡിറ്റി ഉണ്ടാവുക. The temporary residence permits allow you to stay in Latvia for 1 year. ബട്ട് നമ്മളുടെ ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് നമുക്ക് 1 ഇയർ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും ഈ ഒരു പെർമിറ്റ് വഴി. അതുപോലെ തന്നെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു ലാറ്റ്വിയയ്ക്ക് ഒരു സീസണൽ ജോബിന് എങ്ങനെയാണ് പോകുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒരു സീസണൽ ജോബ് വിസേൻ്റെ ആയിരിക്കും. സോ അത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്തായാലും ലാറ്റ്വിയയ്ക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. അത് നല്ലൊരു അവസരമാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.
And finally, it's me Shyam. This is Wayfarer Insights, and this channel won't disappoint you. And thanks for watching.